വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ബംഗ്ലാദേശിൽ പട്ടാള ഭരണം ഉണ്ടാകും എന്ന് ന്യൂസ് ഇന്ത്യ മലയാളം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആധികാരികമായിട്ടുള്ള വാർത്തകൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വാർത്തകൾ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഇത് മറ്റൊന്നിലും വന്നില്ലല്ലോ, എന്തുകൊണ്ടാണ് ഈ വാർത്ത നിങ്ങൾക്ക് മാത്രം കിട്ടിയത്? അപ്പോൾ ഇന്ന് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ബംഗ്ലാദേശിൽ പട്ടാളം നീങ്ങി തുടങ്ങിയെന്നാണ് അറിയാൻ സാധിച്ചത്. ഇത് വിമർശിക്കുന്നവർക്കുള്ള ഒരു മറുപടി, നമ്മൾ നരേന്ദ്രമോദിയുടെ ഒരു പദ്ധതി, ബിജെപിയുടെ ഒരു പദ്ധതി സൗഗത് ഇ മോദി എന്ന് പറയുന്ന ഈ 32 ലക്ഷം മുസ്ലിങ്ങൾക്ക് ഈ വരുന്ന ഈ റംസാൻ മുതൽ മോദി 32 ലക്ഷം ദരിദ്ര മുസ്ലിങ്ങൾക്ക് കിറ്റ് കൊടുക്കുന്ന ഒരു വാർത്ത നമ്മൾ കൊടുത്തായിരുന്നു. നമ്മൾ ഒരു 3 ദിവസം മുമ്പേ കൊടുത്തതാണ്. ഇന്നാണ് അത് മുഖ്യധാരാ മാധ്യമങ്ങൾ കൊടുത്തത്. വളരെ വിഷമിച്ചാണ്. ഒരു കാർഡൊക്കെ അടിച്ചു കൊടുത്തു, അത്രയേ ഉള്ളൂ. അത്രേ അവർ ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. അത് വേറെ ഒന്നും അവർ വിശദമായിട്ട് കൊടുക്കുകയോ ചർച്ച ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇന്നാണ് ആ വാർത്ത വരുന്നത്. അപ്പൊ എന്തായാലും സമാനമായ രീതിയിൽ ബംഗ്ലാദേശിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ളൊരു പ്രക്ഷോഭം ഉടലെടുത്തിരിക്കുകയാണ്. ഈ ബംഗ്ലാദേശിലെ വാർത്തകൾ പ്രധാനമായും നമ്മൾ അറിയുന്നത് എക്സ് പ്ലാറ്റ്ഫോമുകളിലൂടെ വഴിയാണ്. കാരണം ബംഗ്ലാദേശിലുള്ള വാർത്തകൾ ഒന്നും തന്നെ പുറത്തു വിടാതിരിക്കാൻ പ്രധാനമായിട്ടും മുഹമ്മദ് യൂനിസ് ശ്രദ്ധ ചെലുത്തുന്നുണ്ട് എന്ന് അവിടെയുള്ള മാധ്യമങ്ങൾ തന്നെ പറയുന്നുണ്ട്. അവിടെ അരക്കൻ ആർമി ബംഗ്ലാദേശിന്റെ ഒരു സൈനിക താവളം, ഒരു വിമാനത്താവളം, അത് സൈനിക വിമാനത്താവളമായിരുന്നു, അത് ആക്രമിച്ച ഒരു വാർത്ത ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വിമാനത്താവളം ആക്രമിച്ചപ്പോഴും അത് പുറത്തേക്ക് ആ വാർത്ത വരരുത് എന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു. പോരാത്തതിന് ഒരു വാലി മുഴുവനായിട്ട്, ആ വാലിയുടെ പേര് ഞാൻ മറന്നുപോയി, ആ വാലി മുഴുവനായിട്ട് കത്തിച്ചു കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തീവ്രവാദികൾ അവിടെ കയറി ആ കത്തിച്ചു കളയുന്ന വാർത്തയും പുറത്തു വന്നിട്ടില്ല. ഒരു 100ഓളം റിസോർട്ടുകൾ അവിടെ കത്തിച്ചു കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, അത് പുറത്തോട്ട് വന്നിട്ടില്ല. അപ്പൊ എന്തായാലും ഇപ്പോ വരുന്ന വാർത്തകൾ അനുസരിച്ച് തലസ്ഥാന നഗരമായിട്ടുള്ള ധാക്കയിലും മറ്റു പ്രധാന നഗരങ്ങളിലും സൈനികരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും വൻതോതിൽ വിന്യസിച്ച ശേഷം മുഹമ്മദ് യൂനിസിന്റെ സർക്കാരിനെതിരെ ഒരു അട്ടിമറി വരികയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അട്ടിമറിക്ക് നേതൃത്വം കൊടുക്കുന്നത് കരസേനാ മേധാവി, ആർമി ചീഫായിട്ടുള്ള വഖർ ഉസ് സമാനാണ്. അപ്പൊ ഈ പട്ടാളത്തിനകത്ത് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ബംഗ്ലാദേശ് നേരിടുന്നുണ്ട്. ഈ പട്ടാള അട്ടിമറി ബംഗ്ലാദേശിൽ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ മുഹമ്മദ് യൂനിസിനെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വഖർ ഉസ് സമാൻ എന്ന് പറഞ്ഞാൽ ഈ ഷെയ്ഖ് ഹസീനയുടെ അടുപ്പക്കാരനാണ്. ഷെയ്ഖ് ഹസീനെ അവിടെ നിന്നും കടക്കാൻ ശ്രമിച്ചതും ഇന്ത്യയുമായിട്ടും അയാൾക്ക് ഒരു മൃദു സമീപനമുണ്ട്. ഇന്ത്യയുമായിട്ട് അയാൾക്ക് അന്തർധാരകൾ ടൈഅപ്സ് ഉണ്ടോ എന്ന് ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമി അടക്കം സംശയിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മേധാവി അവിടെ ഇരിക്കുന്നത്, ആ കരസേനാ മേധാവിയായിട്ട് ഇരിക്കുന്നത് തങ്ങൾക്ക് ഗുണകരമല്ല, അല്ലെങ്കിൽ തങ്ങളുടെ ഒരു അജണ്ടകൾ നടപ്പാക്കാൻ ഇത് പര്യാപ്തമായിരിക്കില്ല എന്ന് മനസ്സിലായിക്കൊണ്ട് ഈ വഖർ ഉസ് സമാനെ അവിടെ നിന്ന് മാറ്റാനുള്ള ഒരു തീരുമാനമെടുത്തു. വഖർ ഉസ് സമാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബംഗ്ലാദേശ് ഇപ്പോൾ വളരെ തകർച്ചയിലേക്ക് പോവുകയാണ്, അപ്പൊ ഞങ്ങൾ ഭരണം പിടിച്ചെടുക്കുമെന്ന് ഇയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂനിസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പരസ്യമായിട്ടുള്ള പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ വഖർ ഉസ് സമാനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറ്റി ഒരു പ്രോ പാകിസ്ഥാൻ, പ്രോ ജമാഅത്തെ ഇസ്ലാമി ഒരു പട്ടാള മേധാവിയെ കൊണ്ടുവരണം എന്നായിരുന്നു യൂനിസിന്റെ ആഗ്രഹം. അങ്ങനെ പ്രോ പാകിസ്ഥാൻ, പ്രോ ജമാഅത്തെ ഇസ്ലാമി പട്ടാള മേധാവിയായിട്ട് അവിടെയുള്ള ക്വാർട്ടർ മാസ്റ്റർ ജനറൽ, ലഫ്റ്റനന്റ് ജനറൽ ഫൈസുർ റഹ്മാനെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി. അതൊക്കെ പാളിപ്പോയിട്ടുണ്ടായിരുന്നു. ഈ ഫൈസുർ റഹ്മാൻ അവിടെ പട്ടാളത്തെ പിളർത്താനും പല ചർച്ചകളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ആ ചർച്ചകളൊന്നും ഗുണം കണ്ടില്ല. ആ ചർച്ചകൾക്കൊന്നും ഒരു പട്ടാളക്കാരും വരാത്തൊരു സാഹചര്യം ഉണ്ടായി. പിന്നെ ഇയാൾ പുറത്തേക്ക് ചർച്ചകൾക്ക് എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിലും മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി അവിടെ നിന്ന് ചരട് വലിക്കാനുള്ള ഒരു ശ്രമം നടത്തി. അത് നടന്നില്ല എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന്റെ ഒരു വിശദമായിട്ടുള്ള ഒരു രൂപം വിശേഷം പറഞ്ഞാൽ മാത്രമേ എനിക്ക് പ്രേക്ഷകർക്കും മനസ്സിലാവുകയുള്ളൂ. എന്താണ് ഇപ്പൊ ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത്? പട്ടാളം നീങ്ങി തുടങ്ങിയോ അവിടെ? പട്ടാളം ഇന്നലെ 24 മണിക്കൂർ ആയിട്ട് ഈ സോഷ്യൽ മീഡിയയിലും ഒപ്പം തന്നെ ഈ ബംഗ്ലാദേശിലെ അപൂർവം ചില പത്രങ്ങളിൽ മാത്രമായിട്ട് ഒരു സൈനിക അട്ടിമറി നീക്കം ഭരണം മാറും. കാരണം ഇന്ന് വൈകിട്ട് 7 മണിയോടുകൂടി നമ്മുടെ മുഹമ്മദ് യൂനിസ് രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യും എന്നൊരു വാർത്ത ധാക്ക ട്രൈബ് എന്ന് പറയുന്ന ഒരു പത്രം നൽകിയിട്ടുണ്ട്. അപ്പോ മറ്റ് പത്രങ്ങൾ, അവിടെ ഡെയിലി സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ പത്രമുണ്ട് ബംഗ്ലാദേശിൽ. ആ പത്രങ്ങളൊന്നും നമ്മളത് കണ്ടില്ല ആ വാർത്ത ഇതുവരെ. പക്ഷെ ഇത് 7 മണിക്ക് കാണുമെന്ന് പറഞ്ഞു. ഇന്ന് അവരുടെ സ്വാതന്ത്ര്യ ദിനമാണ്. അപ്പൊ ഇനി സ്വാതന്ത്ര്യ ദിനമാണെന്നുണ്ടെങ്കിൽ ഇന്നലെയല്ലേ മെസ്സേജ് കൊടുക്കുന്നത് ജനങ്ങൾക്ക്? സാധാരണ അതിൽ എല്ലാവരും അങ്ങനെയാണ്. ഇല്ലെങ്കിൽ ഇന്ന് രാവിലെയെങ്കിലും കൊടുക്കണം. പക്ഷെ അത് കണ്ടില്ല. ഇന്ന് വൈകിട്ട് 7 മണിക്ക് കാണുമെന്ന് പറയും. പക്ഷെ ധാക്കയിൽ അടക്കമുള്ള ബംഗ്ലാദേശ് നഗരങ്ങളെല്ലാം പട്ടാളം വലിയ രീതിയിൽ വിന്യസിച്ച് കഴിഞ്ഞിരിക്കുന്നു. കരസേനാ മേധാവി ഇന്നൊരു അർജന്റ് മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഏത് നിമിഷവും ബംഗ്ലാദേശ് പട്ടാള അട്ടിമറിയിലേക്ക് പോകും എന്നുള്ള സൂചനയാണ് നൽകുന്നത്. അപ്പോ വളരെ തിരക്കിട്ട നീക്കങ്ങളാണ് നടക്കുന്നത് ഇപ്പോൾ നടക്കുന്നത്. കാരണം പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ട്. അമേരിക്കയുടെ ഒരു സൈനിക നേതൃത്വം, അവരുടെ ഒരു ഉന്നതതല സംഘം ബംഗ്ലാദേശിൽ എത്തുന്നു, അവരുമായി ചർച്ച നടത്തുന്നു എന്നൊക്കെ. അപ്പം ഈ പട്ടാള മേധാവിയായ ഈ വഖാർ ഉസ് സമാന് ഷേഖ് ഹസീനയുടെ ബന്ധുവാണ്. ഷേഖ് ഹസീനയാണ് അദ്ദേഹത്തെ അവിടുത്തെ ഈ മൊത്തം ആർമിയുടെ ചീഫായിട്ട് നിയമിച്ചതൊക്കെ. അപ്പം ഷേഖ് ഹസീനെ രക്ഷപ്പെടാനൊക്കെ സഹായിച്ചൊരു വ്യക്തിയാണ്. ഇന്ത്യയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു സൈനിക മേധാവിയാണ് എന്നാണ് പറയപ്പെടുന്നത്. ആയിരിക്കാം,
അപ്പോ ഏതായാലും അദ്ദേഹം ഈ യുഎൻഎസ് ഭരണം പിടിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തായിരുന്നു. അദ്ദേഹം പറഞ്ഞത് എത്രയും പെട്ടെന്ന് നിങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്തണം. ഡിസംബർ വരെ സമയമുണ്ട്. ഡിസംബറിനകം നിങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി ജനാധിപത്യ പ്രക്രിയയിലൂടെ ഒരു ഭരണകൂടത്തെ കൊണ്ടുവരിക. കാരണം ബംഗ്ലാദേശ് നശിക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതിനുശേഷം ഉം. അവിടെ നടന്നത് ഒരു വല്ലാത്ത നീക്കങ്ങൾ തന്നെയായിരുന്നു. അതായത് ഈ പട്ടാളം കൂടുതൽ അവിടെ പിടിമുറുക്കാനുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുഹമ്മദ് യൂനുസ് കയറി കഴിഞ്ഞിട്ട് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഭയങ്കരമായിട്ട് വഷളാകുന്നു. വഷളായി കഴിഞ്ഞതിന് ശേഷം ഇയാള് പാകിസ്ഥാനുമായിട്ട് കൂടുതൽ ബന്ധങ്ങൾ നടത്തി പാകിസ്ഥാനായിട്ട് കൂടുതൽ അടുക്കുന്നു. അടുത്തിട്ട് ഈ പട്ടാളത്തെ ചൊടിപ്പിച്ച ആദ്യത്തെ സംഭവം എന്ന് പറഞ്ഞാൽ അത് ഈ വക്കാർ ഉസമാനെയൊക്കെ ചൊടിപ്പിച്ച ആദ്യത്തെ സംഭവം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനികളുടെ വിസ നിയമത്തിൽ കുറെ ഇളവ് വരുത്തി. അതായത് പാകിസ്ഥാനിലുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ, അതായത് ഈ മുമ്പ് ബംഗ്ലാദേശിന്റെ എയർപോർട്ടുകളിലും മറ്റുമൊക്കെ വളരെ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളോട് പരിശോധനകളോടെ അതെ. ആയിരുന്നു ഈ വിസ ക്ലിയറൻസ് പാകിസ്ഥാനികളെ മറ്റേ പരിശോധന എടുത്തു കടത്തി കളഞ്ഞു പാകിസ്ഥാനികളുടെ. എടുത്ത് കളഞ്ഞു. പാകിസ്ഥാൻ എടുത്ത് കളഞ്ഞിട്ട് ഈ ആർക്ക് വേണം വരാം, ആർക്ക് വേണം വന്നിട്ട് പോവുകയും ചെയ്യാം. ഇത് അതെ. ഇന്ത്യ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു രാജ്യം ബംഗ്ലാദേശ്. കാരണം ബംഗ്ലാദേശിൽ നടക്കുന്ന ചെറിയ ചലനം പോലും ഇന്ത്യയെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ നിയമം എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യക്ക് കാര്യം മനസ്സിലായി. കാരണം ഈ പാകിസ്ഥാനിലുള്ള ടെററിസ്റ്റുകൾ വലിയ രീതിയിൽ തന്നെ പാകിസ്ഥാനിലേക്ക് വന്ന് ചാടുന്നുണ്ട്. അതായത് ഇവരെ കൊണ്ടുവന്ന് ഇന്ത്യക്കകത്ത് പ്രശ്നം സൃഷ്ടിക്കുക, അതിനുശേഷം ഇവർ പശ്ചിമ ബംഗാളിലോ ആസാമിലൊക്കെ വല്ല പ്രശ്നം നടത്തിയിട്ട് നേരെ ചാടി ബംഗ്ലാദേശിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവർക്ക് തിരിച്ച് പാകിസ്ഥാനിലേക്ക് പോകാൻ പറ്റും. ഉം. ബംഗ്ലാദേശിന് ഇതിന്റെ വരവേക്കേണ്ടി വരും. ഇതായിരുന്നു പ്ലാൻ. ഇതിന്റെ ഭാഗമായിട്ട് ISISന്റെ നേതൃത്വം, കാരണം ഇപ്പൊ പാകിസ്ഥാൻ ഇപ്പൊ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭീകര സംഘടന ISIS ആണ്. അവര് വളർത്തിയവരൊക്കെ ഇപ്പൊ അവർക്ക് തിരിഞ്ഞു. താലിബാനെ വളർത്തി. ഇപ്പൊ താലിബാനാണ് പാകിസ്ഥാൻകാരുടെ ഏറ്റവും വലിയ ശത്രു. അത് കഴിഞ്ഞ് തെഹരിക്കെ താലിബാനെ വളർത്തി. അവരാണ് ഇപ്പൊ അടുത്ത വലിയ വലിയ ശത്രു. പിന്നുള്ള ജെയ്ഷെ മുഹമ്മദും ലഷ്കർ തോയ്ബയൊക്കെ പഴയതുപോലുള്ള ശൗര്യമില്ല. പിന്നെ ISISകാർക്കാണ് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അവർ അഫ്ഗാനിസ്ഥാനിൽ ഒരു മൂലയ്ക്ക് ഒതുങ്ങിപ്പോയി. അവിടെ അപ്പൊ അവരെ ശരിക്കും കൊണ്ടുവന്നിട്ട് അവരെ വളർത്തി താലിബാനെതിരെ പ്രവർത്തിക്കുക, ഒപ്പം തന്നെ ഇങ്ങനെയുള്ളിടത്തേക്ക് കൊണ്ടുവന്ന് വിടുക എന്നുള്ള രീതിയാണ്. അപ്പൊ അവര് കൂടുതലായി വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ സൈന്യത്തിന് കാര്യം മനസ്സിലായി. ഇത് മുമ്പോട്ട് പോകാൻ കഴിയില്ലാത്തൊരു സാഹചര്യം വന്നു. പാക് ഭരണകൂടം വലിയ രീതിയിൽ തന്നെ പാക് സൈന്യ മേധാവികളൊക്കെ അവിടെ വരുന്നു. ISISന്റെ തലവന്മാരൊക്കെ അവിടെ വരുന്നു, ചർച്ച നടത്തുന്നു. ഇതിനകത്ത് വളരെ പരസ്യമായി തന്നെ ഈ പറയുന്ന ബക്കാർ ഉസ് റഹ്മാൻ എന്ന് പറയുന്ന അവരുടെ ആർമി ചീഫ് ഉം. പറഞ്ഞു, ഇവിടെ ഏത് നിമിഷവും, കഴിഞ്ഞ ദിവസമാണ്, അതായത് 4-5 ദിവസം മുമ്പായിരുന്നു നമ്മളും ആ വാർത്ത കൊടുത്തിരുന്നു. അദ്ദേഹം പറഞ്ഞു ഏത് നിമിഷവും ബംഗ്ലാദേശിൽ ഒരു ഇസ്ലാമിസ്റ്റ് തീവ്രവാദ ആക്രമണം നടക്കും, വലിയ ഭീകരമായ ആക്രമണം നടക്കും. അത് കണ്ടു നിൽക്കാൻ പട്ടാളത്തിന് കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിൽ ഇടപെടേണ്ട സമയമായിരിക്കുന്നു. അതിന് മുമ്പ് തന്നെ, 1 മാസം മുമ്പ് തന്നെ അദ്ദേഹം പട്ടാളക്കാർക്ക് ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു, നിങ്ങൾ തയ്യാറെടുത്തു. നമ്മളിവിടെ ചർച്ച ചെയ്ത വിഷയമാണത്. അപ്പൊ ഉം. അന്ന് തന്നെ പറഞ്ഞിരുന്നു പട്ടാളക്കാരോട്, നിങ്ങൾ തയ്യാറായിരിക്കൂ, ജാഗ്രതയോടിരിക്കൂ എന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ അതിനുള്ള സമയമായി എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഈ ടെറർ ഗ്രൂപ്പുകൾ ഒരുപാട് ഇപ്പൊ ബംഗ്ലാദേശിൽ വന്ന് തമ്പടിക്കുന്നുണ്ട്. അവരൊരു വലിയ ആക്രമണം നടത്തിയ ബംഗ്ലാദേശ് ശിഥിലമായി പോകും. അരാജകത്വം ഇപ്പോൾ തന്നെ ഉണ്ട്. അരാജകത്വത്തിൽ രാജ്യം നഷ്ടപ്പെടും. താൻ എന്തായാലും ഭരണത്തിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നില്ല. ഒരു സുസ്ഥിരമായ ഭരണം ഉണ്ടായി ഞങ്ങൾ പട്ടാള ബാരക്കിലേക്ക് മടങ്ങും എന്നാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ. ഇതിനിടയിൽ യൂനസ് മറ്റൊരു കളി നടത്തിയിരുന്നു. അത് ഇന്ത്യ കൈയോടുകൂടി പിടിച്ചിട്ട് അത് ഈ വക്കാർ യൂണിസിന് കൈമാറുകയും ചെയ്തു. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നേരത്തെ തന്നെ സൂചിപ്പിച്ചാണ്, ഈ ഫൈസൂർ റഹ്മാൻ എന്ന് പറയുന്ന അവിടുത്തെ രണ്ടാമൻ, സൈന്യത്തിലെ രണ്ടാമൻ, ഈ രണ്ടാമനെ ചീഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് യൂനസ് തുടക്കം മുതൽ ശ്രമിക്കുന്നത്. ഈ ഉം. രണ്ടാമൻ എന്ന് പറയുന്നത് ഒരു പാകിസ്ഥാൻ അനുകൂലിയാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു സജീവമായിട്ടുള്ള ഒരു ഫാനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെ ഈ അടുത്ത സമയത്ത് ഘാനയിലോ മറ്റോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, ആഫ്രിക്കൻ രാജ്യമായ ഘാനയിൽ, അതായത് ഈ ബംഗ്ലാദേശിന്റെ സൈന്യം ഈ UN സൈനിക സമാധാന സേനയിൽ ഉണ്ട്. അത് ഇന്ത്യയുടെ എല്ലാ രാജ്യങ്ങളുടെയും സൈനിക യൂണിറ്റുകൾ ഈ UN സമാധാന ദൗത്യത്തിലുണ്ട്. ലെബനിലൊക്കെ നമ്മുടെ ഇന്ത്യക്കാർ 123 പേരൊക്കെ ഉണ്ടായിരുന്നു സൈന്യം. അങ്ങനെ ബംഗ്ലാദേശിന്റെ സൈനിക യൂണിറ്റിലെ സൈനികർ ഇങ്ങനെ ഈ ആഫ്രിക്കയിൽ, ഘാനയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്, കൃത്യമായി അറിയില്ല. അപ്പം അതിൽ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. അപ്പൊ അവരെ കാണാൻ എന്ന രീതിയിൽ ഈ പറയുന്ന ഫൈസൂർ റഹ്മാൻ എന്ന് പറയുന്ന ബംഗ്ലാദേശ് സൈന്യത്തിലെ രണ്ടാമൻ അവിടേക്ക് പോകുന്നു. പക്ഷെ അവിടെ അദ്ദേഹം പോയത് ഈ സൈനികരെ കാണാൻ വേണ്ടിയിട്ടായിരുന്നില്ല. പാകിസ്ഥാന്റെ ചാരസംഘടന തലവന്മാരുമായിട്ടും സൈനിക മേധാവികളുമായിട്ടുള്ള കൂടിയാലോചനകൾക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് അത് പോയത്. ആ സമയത്ത് തന്നെ ഈ വിവരം ഇന്ത്യ ഈ വക്കാർ ഉസ് സമാന് കൈമാറി എന്നാണ് ബംഗ്ലാദേശ് പത്രങ്ങൾ പറയുന്നത്. അതായത് ഇദ്ദേഹം തിരിച്ചെത്തിയതിനു ശേഷം ആദ്യം ചെയ്ത പണി, അതായത് ഈ റഹ്മാൻ പറയുന്ന ഈ ഫൈസൂർ ഫൈസൂർ റഹ്മാൻ. റഹ്മാൻ എന്ന് പറയുന്ന ഈ റഹ്മാൻ ആദ്യം തന്നെ ഈ പുറത്തു പോയിട്ട് തിരിച്ചു വന്നിട്ട് ആദ്യം ചെയ്യുന്ന പണി ഈ സൈനിക കമാൻഡർമാരുടെ ഒരു യോഗം വിളിച്ചു കൂട്ടി. പക്ഷെ ആ യോഗത്തിൽ ആരും പങ്കെടുത്തില്ല. അപ്പോൾ തന്നെ ഈ വക്കാർ ഉസ്സമാൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ചീഫിന് കാര്യം മനസ്സിലായി. കാരണം ഇത് മുഹമ്മദ് യൂനസ് ഇങ്ങേരെ വെച്ചിട്ട് അധികാരം പിടിക്കാനും പട്ടാളത്തെ കൈവെക്കാനും പണിയാണെന്ന്. അപ്പോൾ തന്നെ അദ്ദേഹം
ആ, പറഞ്ഞു ഇവിടെ ടെററിസ്റ്റുകൾ കയറിയിട്ടുണ്ട്, ഇത് ഏത് നിമിഷവും ഇത് രാജ്യം തകരും, അത് അനുവദിക്കുക. ഇതിനോടൊപ്പം തന്നെ ആ ബംഗ്ലാദേശിൽ മറ്റൊരു വിഷയം കൂടി ഇപ്പൊ നടക്കുന്നുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അവിടുത്തെ യുവതലമുറ, അതായത് വിദ്യാർത്ഥികളും യുവാക്കളും ഒക്കെ ഈ അരാജകത്വത്തിനെതിരെയും പണപ്പെരുപ്പത്തിനെതിരെയും തൊഴിലില്ലായ്മയ്ക്കെതിരെയും ഒക്കെ രംഗത്തിറങ്ങി കഴിയുന്ന അവർ വലിയ പ്രതിഷേധ പ്രകടനങ്ങളാണ്. ഇതിനിടയിൽ മാളത്തിൽ ഒളിച്ചിരുന്ന ഈ അവാമി ലീഗുകാരൊക്കെ സജീവമായി. അവാമി ലീഗിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമൊക്കെ ക്യാമ്പസിൽ പ്രകടനം നടത്താൻ തുടങ്ങി. അവാമി ലീഗുകാർ ബംഗ്ലാദേശ് പരസ്യമായിട്ട് അവർ പറയാൻ തുടങ്ങി ഷേഖ് ഹസീന തിരിച്ചു വരും, വീണ്ടും പ്രധാനമന്ത്രിയാകും. അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് മുഹമ്മദ് യൂനുസ് ഒരുപക്ഷെ രാജ്യം വിട്ടു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പട്ടാള ഭരണത്തിലേക്ക് പോവുകയാണെങ്കിൽ യൂനുസിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അത് മാത്രവുമല്ല, അവിടെ ഉള്ളത് ഒരു ഇടക്കാല സർക്കാരാണ്. അതായത് ജനാധിപത്യ പ്രക്രിയയിൽ തെരഞ്ഞെടുത്ത ഒരു സർക്കാരല്ല, ഇടക്കാല സംവിധാനം മാത്രമാണ്. ഉപദേഷ്ടാവ് എന്നാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം, പ്രധാനമന്ത്രി എന്നില്ല, ഉപദേഷ്ടാവ് എന്നാണ്. താൽക്കാലികമായ ഒരു ഉപദേഷ്ടാവ് എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലേക്ക് മാറും. ഇതിനിടയിലാണ് ഈ ട്രംപ് ജയിക്കുന്നതോട് കാര്യങ്ങൾ പിന്നെയും ചക്ക കുഴയുന്ന കുഴയുകയും ചെയ്തു. യൂനസിന്റെയും മറ്റും കണക്കൂട്ടുകൾ പാടെ തെറ്റിപ്പോയ ഒരുപാട് സംഭവങ്ങളായിരുന്നു. കാരണം സൈന്യത്തിന്റെ ഈ ഒരു കടത്ത് നടപടിയിലേക്ക് പോകുമെന്ന് യൂനസ് കരുതിയിരുന്നില്ല. രണ്ട്, ഈ ട്രംപ് വന്നതോടുകൂടി അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്ന പാശ്ചാത്യ ശക്തികളുടെ സഹായം പൊടുന്നതിനെ നിലച്ചു. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഭക്ഷ്യക്ഷാമത്തിലേക്കും ഒപ്പം തന്നെ പണപ്പെരുപ്പത്തിലേക്കും വളരെ വേഗം ഈ ബംഗ്ലാദേശ് കൂട്ടി. ബംഗ്ലാദേശ് വലിയ കടത്തിലൊക്കെ ആയിരുന്നു. ഇന്ത്യയൊക്കെയാണ് അവർക്ക് കൽക്കരി തീരുന്ന സമയത്ത് കൽക്കരി കൊടുക്കുകയും മറ്റും ചെയ്ത്. ഈ അടുത്ത കാലത്ത് നമ്മൾ അരിയൊക്കെ കൊടുത്തോണ്ടിരുന്നതാണ്. അപ്പൊ ഇങ്ങനൊരു വല്ലാത്ത പ്രതിസന്ധി യൂനസ് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരുപക്ഷെ യൂനസിന് ഒരു പക്ക പൊളിറ്റിക്സ് കൃത്യമായി അറിയാത്തത് കൊണ്ടാകാം, ഇല്ലെങ്കിൽ ഈ അധികാരം പിടിച്ച ജമാഅത്ത് ഇസ്ലാമിയുടെ ഊളകൾക്ക് വലിയ ഭരണപരിചയമൊന്നും ഇല്ല. അതുകൊണ്ട് അവർക്കും വലിയ പിടുത്തം കിട്ടി കാണത്തില്ല. ഇത് രാജ്യമല്ലേ, ഇത് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും. സാധാരണഗതിയിൽ ഇത്തരം സംഘടനകളൊക്കെ ചെറിയ പ്രവിശ്യകൾ കൈവച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ഇത് എന്താണ് ഈ എന്താ പറയുന്നത്, പട്ടിയുടെ തേങ്ങ കിട്ടിയ പുതിയ തേങ്ങ കിട്ടിയ അവസ്ഥയിലാണ് അവർ. കാരണം ഇത് എന്ത് ചെയ്യണം, ഇത് ഒരു രാജ്യമാണ്. ഒരു രാജ്യത്തിന് ഇന്റർനാഷണൽ ബന്ധങ്ങൾ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയാലാണ് പിടിച്ചു നിൽക്കാൻ പറ്റുക എന്ന് അവർ ചിന്തിച്ചു കാണില്ല. അവരുടെ ലക്ഷ്യം ഷേഖ് ഹസീനെ പുറത്താക്കുക, ബംഗ്ലാദേശ് പിടിച്ചെടുക്കുക, തങ്ങളുടെ ഐഡിയോളജി അവിടെ സ്ഥാപിക്കുക എന്നതിൽ അപ്പുറത്തേക്ക് ഇവർക്ക് യാതൊന്നുമില്ല. എന്ത് ചെയ്യണമെന്ന് യാതൊരു എത്തും പിടിയുമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് ഇവർ നിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കുറച്ചുകൂടി ഇതായിരിക്കുന്നത്. ഒരുപക്ഷെ ഇതൊരു സൈനിക അട്ടിമറിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഒരുപക്ഷെ യൂനസ് ഇന്ന് 7 മണിക്കാണ് ജനങ്ങളെ അഭിസംബോധന ചെയ്യുമെന്ന് പറയുന്നത്. അഭിസംബോധന ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയില്ല. ഏതായാലും ഈ അമേരിക്ക കഴിഞ്ഞ ദിവസം വന്നൊരു കൂടിക്കാഴ്ച നടത്തിയത് ഇനി ഈ മുഹമ്മദ് യൂനസിന് പോകാൻ ഒരു സേഫ് ആയിട്ടൊരു വഴി അമേരിക്ക തുറന്നു കൊടുക്കുന്നതാണോ എന്നറിയില്ല. അവിടുന്ന് എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെയും ഏതെങ്കിലും ഒരു വഴി കൊടുക്കുന്നതാണോ, ഇനി എന്താണ് താൽക്കാലിക സംവിധാനം എന്നൊന്നും അറിയില്ല. ഏതായാലും ഇല്ലെങ്കിൽ തന്നെയും യൂനസ് പെട്ടു നിൽക്കുന്ന അവസ്ഥയാണ്. പിന്നെ അവിടുന്ന് വാർത്തകളൊന്നും പുറത്തു വരാത്ത സ്ഥിതിവിശേഷം. ഏതായാലും ഇന്ന് രാവിലെ അദ്ദേഹം മുഹമ്മദ് യൂനസ് അവിടുത്തെ ഈ രക്തസാക്ഷികളുടെ മണ്ഡപത്തിലൊക്കെ ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. അതായത് ഈ ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരുടെയൊക്കെ നടത്തിയിരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ആ വിഷ്വലാണ് നമ്മൾ ഈ മുഹമ്മദ് യൂനസിനെ കുറിച്ച് ഇപ്പൊ നിലവിൽ ലാസ്റ്റ് കാണുന്ന വിഷ്വൽ അതാണ്. ഇനി അടുത്ത വിഷ്വൽ എന്താണെന്ന് നമുക്കറിയില്ല. ഏതായാലും ബംഗ്ലാദേശിൽ തെരുവുകളിലെല്ലാം സൈന്യം നിരന്നു കഴിഞ്ഞിരിക്കുന്നു. സാധാരണഗതിയിൽ അവിടെ സ്വാതന്ത്ര്യദിനാഘോഷമൊക്കെ നടക്കുമ്പോൾ അങ്ങനെ സൈന്യം നിറക്കുന്ന ഒരു പതിവില്ല എന്നാണ് ചില മാധ്യമങ്ങൾ പറയുന്നത്. പക്ഷെ ഇപ്പൊ പതിവിന് വിരുദ്ധമായിട്ട് തലസ്ഥാനമായ ധാക്കയിലാണ് ഏറ്റവും കൂടുതൽ സൈന്യം അണിനിരന്നിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ഒരു പട്ടാള ഭരണത്തിലേക്കായിരിക്കും പോകുന്നത്. പക്ഷെ എന്നാലും അധിക നാൾ ആ പട്ടാള ഭരണം തുടരാൻ സാധ്യതയില്ല. ഒരു സമവായ നീക്കം എന്ന നിലയിൽ വീണ്ടും ഷേഖ് ഹസീന വന്നുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമായിരിക്കാം ബംഗ്ലാദേശ്. ഏതായാലും നമ്മുടെ അതിർത്തി അശാന്തമാവാതിരിക്കട്ടെ, ശാന്തമായി തന്നെ തുടരട്ടെ. കാരണം നമ്മളെ സംബന്ധിച്ചും ശാന്തമായ അയൽക്കാരാണ് നമുക്ക് നല്ലത്. താങ്ക് യു ബിജേട്ടാ, താങ്ക് യു സോ മച്ച്.